കർത്താവിന്റെ അതിവിശമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 28 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരും ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന വചനം നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ തിരുവഴുത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കാലങ്ങളിൽ നാം പല പ്രാവശ്യം ദൈവിക സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. പ്രൈസലോ. ഇന്ന് പകരം നാം ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കുമ്പോഴേ ദൈവം നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം, ദൈവത്തിന്റെ പദ്ധതികളും നാം മനസ്സിലാക്കണം. പ്രൈസലോ. എന്താണ് ദൈവം നമ്മൾക്കൂടെ ആഗ്രഹിക്കുന്നത്? നമുക്ക് ആ വിധത്തിൽ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ, പ്രവർത്തിക്കാൻ കഴിയുമോ, ദൈവത്തിൽ അങ്ങനെ നമുക്കായിരിക്കാൻ കഴിയുമോ എന്നൊക്കെ നാം നമ്മിൽ ശോധന ചെയ്യത്തക്ക നിലയിൽ വചനം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസലോ. അപ്പൊ യേശുക്രിസ്തു യഹൂദാ ഗോത്രത്തിലെ രാജസിംഹം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുന്നത്. ഒരു കൂടി ഞാൻ ആവർത്തിക്കട്ടെ. യേശുക്രിസ്തു യഹൂദാ ഗോത്രത്തിലെ രാജസിംഹം. ഹല്ലേലൂയ. നീതിമാന്മാരെ സിംഹങ്ങളോട് സാദൃശ്യപ്പെടുത്തിയാണ് സദൃശം 28:1 വായിക്കുകയും ചെയ്യുന്നത്. യേശുക്രിസ്തു യഹൂദാഗോത്രത്തിന്റെ രാജസിംഹം. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിലൂടെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ നീതിമാന്മാരായവർ സിംഹങ്ങളോട് സാദൃശ്യപ്പെടുത്തി. അവരെ ബാലസിംഹങ്ങൾ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ മുൻ പിതാവായിരുന്ന യാക്കോബ് തന്റെ പുത്രനായിരിക്കുന്ന യഹൂദയെ ബാലസിംഹം എന്ന് വിളിച്ചിരിക്കുന്നത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 49:9 കാണാനും കഴിയും. ഹല്ലേലൂയ. ഇപ്പൊ കാട്ടിലുള്ള സകല മൃഗങ്ങൾക്കും സിംഹമാണ് രാജാവ്. കാട്ടിലുള്ള സകല മൃഗങ്ങൾക്കും സിംഹമാണ് രാജാവ്. സിംഹം എന്ന് പറഞ്ഞ ഉടൻ നമ്മളതിന്റെ മഹത്വവും വീര്യവും, ഹല്ലേലൂയ, പിന്മാറാത്ത സ്വഭാവം, അതിന്റെ രാജഗംഭീരമായ നടത്തത്തെക്കുറിച്ചും എല്ലാം നമ്മൾ ഓർമ്മയിലേക്ക് വരും. സിംഹം എന്ന് പറയുമ്പോൾ അതിന്റെ ഗാംഭീര്യം, അതിന്റെ ധൈര്യം, ഒന്നിനും വഴിമാറി കൊടുക്കാത്തത്, അരാജകീയ നടത്തം, അരാജകീയ പവർ, ആ രാജകീയമായ തലയെടുപ്പൊക്കെ നമ്മൾ സിംഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർമ്മയിലേക്ക് വരുന്നത്. അത് ലോകപ്രകാരം. അപ്പോൾ തന്നെ യഹൂദാ ഗോത്രത്തിലെ രാജസിംഹം എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഭൂമിയിലുള്ള സകലത്തിനേക്കാളും തലയെടുപ്പോടുകൂടി നിൽക്കുന്നവരാണ്, സകല സൃഷ്ടിയുടെ മേലും ഉന്നതനാണ് നമ്മുടെ കർത്താവ്. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന ബാലസിംഹം എന്ന് പറയുന്ന ദൈവമക്കൾ, ഹല്ലേലൂയ, എപ്പോഴും നല്ല തലയെടുപ്പോടുകൂടി നടക്കണം. പ്രൈസലോ. നമ്മുടെ പതറിപ്പോകേണ്ട കാര്യങ്ങളില്ല. കാരണം നാം ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ചില്ല. ലോകം നമ്മെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും, ലോകം നമ്മെ ഒതുക്കിക്കളയാൻ ശ്രമിച്ചാലും വേദപുസ്തകം പറയുന്നത് നീതിമാന്മാരോ നമ്മൾ ബാലസിംഹം പോലെ, നീതിമാന്മാര് ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്ന. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ തളർന്നു പോകാമാകുന്ന, തളരുവാൻ വഴിയൊരുക്കുന്ന അനവധി സാഹചര്യങ്ങൾ നിനക്കെതിരെ വന്നേക്കാം. പ്രൈസലോ. ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ബാലസിംഹങ്ങളെ പോലെ തല ഉയർത്തി നിൽക്കണം. പ്രൈസലോ. ശത്രുവിന്റെ മുമ്പിൽ നീ പരാജയപ്പെട്ടു പോകരുത്. ശത്രുവിന്റെ മുമ്പിൽ നീ ജയവീരനായി നിൽക്കണം. ഹല്ലേലൂയ. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ജയാളിയാണ്. ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ 33.5 തിരുവയസ്സ്, തന്റെ ജീവിതം, അതിൽ തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയില് യേശുക്രിസ്തുവിനെതിരെ എഴുന്നേറ്റ് വന്ന സകല ശത്രു സൈന്യത്തിന് മുമ്പിലും യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായവൻ തല താഴ്ത്താതെ തല ഉയർത്തി നിന്നു നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവ് ജയാളിയാണ്. രക്തം ജയം. നിങ്ങൾ ജയാളികളായിട്ട് തല ഉയർത്തുകനെ നിൽക്കണം. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരുപക്ഷെ പാസ്റ്റർക്ക് ഇങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുകയില്ല, പ്രവർത്തിച്ച് കാണിക്കുക.
എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ലേലിയ. പക്ഷെ എങ്കിലും ഞാൻ യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ മകനായതുകൊണ്ട് ഞാനും ബാലസിംഹത്തെ പോലെ തരുയർത്തി നിൽക്കുകയാണ്. അല്ലെ, കർത്താവ് അങ്ങനെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ ലോകം ഒരുപക്ഷെ നിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാം. ലോകം ഒരുപക്ഷെ നിന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ചതിനെ പരിഹസിച്ചേക്കാം. നീ തല താഴ്ത്തുന്ന വിധത്തിൽ നിനക്കെതിരെ വാക്കുകൾ പെരുകിയേക്കാം. അവിടെയൊന്നും നീ തകർന്നു പോകണ്ട. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന നീതിമാനെന്നാണ്. പ്രൈസലോ. ദൈവം നിനക്ക് പേരിട്ടിരിക്കുന്ന നീതിമാന്മാരെന്നാണ്. നീതിമാനായിരിക്കുന്ന നീ ആമീൻ എപ്പോഴും ബാലസിംഹത്തെ പോലെ ഇരിക്കണം, രക്തം ചെയ്യണം. അല്ലെങ്കിൽ ആമീൻ അതിന്റെ വീര്യം, പിന്മാറാത്ത സ്വഭാവം, രാജകീയ നടത്തം ഇതൊക്കെ നമ്മൾ ഓർക്കണം. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ നീതിമാനായും വിശുദ്ധനായും ഉത്തമനായും ജീവിച്ചതിനാൽ സിംഹത്തെ പോലെ ധൈര്യമുള്ളവനായിരുന്നു. ഇവിടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു? നീതിമാനായി, വിശുദ്ധനായി, ഉത്തമനായി ജീവിച്ചത് കൊണ്ട് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭങ്ങളിലും തലയുയർപ്പോടുകൂടി നിന്നു. ധൈര്യമായിരുന്നു യേശുവിന്. അതേ സ്നേഹിത, നമ്മൾ ഒരിക്കലും തളരരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തളരുന്ന വിധത്തിലുള്ള സാഹചര്യമായിരിക്കാം. പക്ഷെ അവിടെയും നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ തല ഉയർത്തി നിൽക്കാൻ ശ്രമിക്കണം. പ്രൈസ്. ഇവിടെ നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ആമീൻ. ഈ 12 വയസ്സിൽ തന്നെ യേശു തന്റെ മാതാവോടും വളർത്തുപിതാവോടും കൂടെ യെരൂശലേമിലേക്ക് പോയപ്പോൾ ധൈര്യമായി വേദ പണ്ഡിതന്മാരോടും പരീശന്മാരോടും വേദപുസ്തക സത്യങ്ങളെ വിവരിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ വാക്യം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4-ാം അധ്യായം 22-ാം വാക്യം വായിക്കും. ഇങ്ങനെയാണ് കാണുന്നത്: എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസേപ്പിന്റെ മകൻ അല്ലയോ എന്ന് പറഞ്ഞ് അവൻ അവരോട്, ഹല്ലേലൂയ, വൈദ്യൻ നിന്നെ തന്നെ സൗഖ്യമാക്ക എന്നുള്ള പഴഞ്ചൊല്ലും കവർണ്ണഭൂമിയിൽ നീ ചെയ്തതായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്ന് നിന്നോട് പറയും എന്ന് നിശ്ചയം. യേശു യെരൂശലേം ദേവാലയത്തിലിരിക്കുന്ന ചില ഉപദേഷ്ടാക്കന്മാരുമായിട്ടുണ്ടായൊരു സംസാരമാണ്. പറഞ്ഞാൽ യേശുവും യേശുവിന്റെ അമ്മയും യേശുവിന്റെ വളർത്തുപിതാവ് യോസേപ്പും കൂടെ ഒന്നിച്ച് യെരൂശലേം ഉത്സവത്തിന് പോയി. ആമേൻ. അവർ തിരിച്ചു നടക്കുന്നു. ആമേൻ. പിന്നെ യേശുവിനെ അവർ കൂടെ കാണാൻ തിരിച്ചു ചെല്ലുമ്പോഴേ യേശു അവരോടൊപ്പം വേദപണ്ഡിതന്മാരോടൊപ്പം ഇരുന്ന് തിരുവെഴുത്തിനെ ആസ്പദമാക്കി സംസാരിക്കുക. ആ വേദപുസ്തകം പറയുന്നത് ലൂക്കോസ് സുവിശേഷം 4-18 മുതൽ വായിക്കുമ്പോഴാണ്: ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിന്റെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും പീഡിതന്മാരെ വിടുവിക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ട് പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്ന് പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവകൾ പതിഞ്ഞിരുന്നു. അവൻ അവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും ഈ തിരുവെഴുത്ത് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്നുള്ള ലാവണ്യ വാക്കുകൾ കേട്ട്. നോക്കി, യേശുക്രിസ്തു ഭൂമിയിലായപ്പോൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിനകത്തും യേശു തലയെടുപ്പോട് കൂടി നിന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഹല്ലേലൂയ. അനവധി വേദപണ്ഡിതന്മാർ അവരുടെ നടുവിലിരുന്നാണ് യേശു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മഹാത്മ്യം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ ഈ സംഭവം പറഞ്ഞതിന്റെ കാരണം, കർത്താവ് നിങ്ങളെ വിളിച്ച് ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ തലയെടുപ്പോടെ ഏതു വ്യക്തികളുടെ മുമ്പിലായിരുന്നാലും സുവിശേഷം പറയണം, ദൈവവചനം പറയണം. അല്ലെ, സുവിശേഷത്തിനാണ് ഈ കാലഘട്ടത്തിൽ വളരെ എതിരുകളുള്ളത്. സുവിശേഷം പറയുന്നിടത്താണ് ഉപദ്രവങ്ങൾ, പീഡകൾ വർദ്ധിക്കുന്നത്. സുവിശേഷം പറയുന്നവരെയാണ് ഉപദ്രവം, ഹല്ലേലൂയ, അവർക്കാണ് ഉപദ്രവം കടന്നു വരുന്നത്. ഏത് സാഹചര്യം വന്നാലും
അല്ലെ യേശു അല്ലെ തന്റെ 12ാമത്തെ വയസ്സിൽ തന്നെ തന്റെ മാതാവോടും വളർത്തുപിതാവോടും യെരൂശലേമിലേക്ക് പോയപ്പോൾ ധൈര്യമായി വേദപണ്ഡിതന്മാരും പരീശന്മാരോടും വേദപുസ്തക സത്യങ്ങളെ വിവരിച്ച് പറഞ്ഞതുപോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. തളരാൻ പാടില്ല. വേദപുസ്തക സത്യങ്ങളെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും അഭിഷേകം ചെയ്ത് വേർതിരിച്ചിരിക്കുന്നത്. രക്തം ചെയ്യാം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പതറിപ്പോകരുത്. അപ്പം വേദപണ്ഡിതന്മാരും പരീശന്മാരും ഒക്കെ യേശുവിന്റെ അരികിൽ വന്ന് യേശുവിനോട് വാദപ്രതിവാദങ്ങളൊക്കെ നടത്തിയ പല സന്ദർഭങ്ങളിലും യേശു ക്രിസ്തുവിനെ കുടുക്കിൽപ്പെടുത്തുവാൻ വേണ്ടി പല തന്ത്രങ്ങൾ മെനഞ്ഞപ്പോഴും കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും അല്ലേലിയ മഹാപുരോഹിതന്മാരടക്കം വലിയൊരു കൂട്ടം യേശുവിനെ വിചാരണ ചെയ്യാൻ ശ്രമിച്ച സമയങ്ങളിലും ഒക്കെ യേശു തലയെടുപ്പോടുകൂടി നിൽക്കുക. കാരണം അവൻ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമാണ്. അല്ലേലിയ. അപ്പൊ യേശു ക്രിസ്തു യഹൂദാഗോത്രത്തിലെ രാജസിംഹമായിരിക്കുമ്പോൾ അതിന്റെ പ്രൗഢിയോടുകൂടി തന്നെയാണ് യേശു തന്റെ ശുശ്രൂഷയുടെ എല്ലാ ഭാഗത്തും നിൽക്കുന്നത്. അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ ഭൂമിയിൽ നിങ്ങളെ ഏൽപ്പിച്ച സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിന്റെ വചനമായി തലയെടുപ്പോടുകൂടി നിന്ന യേശു യഹൂദാഗോത്രത്തിലെ രാജസിംഹം എന്ന് വിളിച്ചു പറയണം നിങ്ങൾ. മാത്രമല്ല, യഹൂദാഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്നവന്റെ മക്കളാണ് ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾ ബാലസിംഹത്തെ പോലെ തലയെടുപ്പോടെ നിന്ന് ഈ ദൈവവചനം വിളിച്ചു പറയുമെന്നുള്ള ഒരു ചങ്കൂറ്റമാണ് ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വേണ്ടത്. പ്രൈസലോ അല്ലേലിയ. നാം ഒരിക്കലും പതറിപ്പോകരുത്. അല്ലേലിയ. അപ്പൊ 30ാമത്തെ വയസ്സിൽ യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ സംഭവം നമുക്കറിയാം അല്ലെ. 30ാമത്തെ വയസ്സിൽ യേശു യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു. അല്ലേലിയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് അല്ലേലിയ സ്തോത്രം അല്ലേലിയ, സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അല്ലേലിയ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു ഉപവാസം നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. വചനം ഇങ്ങനെയാണ് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അല്ലേലിയ അതിന്റെ സ്തോത്രം 16ാമത്തെ വാക്യം പറയുമ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി എന്ന് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ കാണാൻ കഴിയും. അല്ലേലിയ. അതിനുശേഷമായി 4-ാം അധ്യായത്തിലേക്ക് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന സാത്താൻ യേശുവിനെ പരീക്ഷിക്കുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അല്ലേലിയ. മരുഭൂമിയിലേക്ക് നടത്തി. അല്ലേലിയ സ്തോത്രം. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അതിനവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അല്ലേലിയ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, സ്നാനമേറ്റ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി 40 രാവും 40 പകലും അവൻ നടക്കുകയാണ്. അല്ലെങ്കിൽ അങ്ങനെ 40 നാളുകൾ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കാൻ. അവിടെയും യേശു എന്താണ് ചെയ്തത്? യഹൂദ ഗോത്രത്തിൽ രാജസിംഹമായിരിക്കുന്ന കർത്താവ് സാത്താന്റെ മുമ്പിൽ തലനരത്തി കൊടുക്കാതെ രാജസിംഹത്തെ പോലെ നിന്ന് യേശു പറയാണ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വാചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുക. അത് തിരുവചനം പറയുമ്പോൾ നമ്മൾ തല ഉയർത്തുന്ന വചനം പറയണം. അല്ലേലിയ. ഒരുപാട് കുടുക്ക് ചോദ്യങ്ങളും തന്ത്രങ്ങളുമായിട്ട് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാൻ നിങ്ങളുടെ അരികിൽ വരും. അല്ലേലിയ. പിശാച് നിങ്ങളെ പരീക്ഷിക്കാൻ വരുമ്പോഴും യേശുവിനെ പോലെ തലുവറപ്പോടുകൂടി നിൽക്കണം. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു മറുപടി പറയുന്നത് എന്താണ്? യേശുവിനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലേലിയ. അവിടെയും പിശാച് പരാജയപ്പെടുക. അല്ലേലിയ. പിശാച് പറയുക, നീ വിശുദ്ധ നഗരത്തിന് ഇവിടുന്ന് ചാട്, നിന്നെ കാക്കേണ്ടതിനെ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുന്നു എഴുതിയിട്ടിരിക്കുന്നുണ്ട്, നിന്റെ കാല് കല്ലിനെ തട്ടിപ്പോകാതിരിപ്പാൻ വിധത്തിൽ ദൈവം നിനക്ക് സംരക്ഷണം തരുമെന്നൊക്കെ
സാത്താൻ യേശുവിനോട് പറയുമ്പോൾ ഹല്ലേലൂയ, യേശു അവനോട് പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെയും യേശുവിന്റെ ധൈര്യം നോക്കണം. രാജഗംഭീരമായ പ്രൗഢിയോടുകൂടി യേശു സാത്താനെ നേരിടുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ മത്തായി സുവിശേഷം 4-ാം അധ്യായം എന്റെ 8-ാം വാക്യത്തിൽ ഇവയും കണ്ട്, പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം എന്ന് അവരോട് പറഞ്ഞു. യേശു കൊണ്ട്, സാത്താനെ എന്നെ വിട്ടു പോ. കണ്ട ധൈര്യത്തോടാ യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവ് പറയാ, സാത്താനെ എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ വിട്ടു പോ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുള്ളൂ എന്ന് എഴുതിയിരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്തു വന്നവനെ ശുശ്രൂഷിച്ചു. കണ്ടോ, യേശുക്രിസ്തു ഏറ്റ 3 പരീക്ഷകൾ നിലവിലും പരിശോധന നിലവിലും രാജസിംഹത്തെ പോലെ തല ഉയർത്തുന്ന പിശാചിന്റെ 3 പരീക്ഷകളിലും യേശു ജയാളിയാണ്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിത, നീ തിരുവെഴുത്തുമായി ലോകത്തിൽ ഇറങ്ങുമ്പോൾ, തിരുവെഴുത്തുമായി നീ ജനസമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നിന്നെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടിയിട്ട് പിശാച് പല തന്ത്രങ്ങളുമായിട്ട് വരും. നിന്നെ കെണിയിൽപ്പെടുത്തുവാനുള്ള ചോദ്യങ്ങൾ, കുടുക്ക് ചോദ്യങ്ങളുമായിട്ട് വരും. അവിടെ നീ യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായ കർത്താവിന്റെ മകനായി മകളായി നിന്നുകൊണ്ട് നീ തലയുയർപ്പോടുകൂടി നിന്ന് നീ ദൈവത്തിന് വചനം പറയണം. ഹല്ലേലൂയ. പലരും നിനക്ക് നേരെ കഴിയും. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലരും ദൈവമക്കൾക്കെതിരെ ആക്രോശമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടു, ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഹല്ലേലൂയ, ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ, നീതിമാന്മാരായിരിക്കുന്നവർ ബാലസിംഹത്തെ പോലെ നിന്ന് തെരുവിൽ ദൈവവചനം വിളിച്ചു പറയുക. ഹല്ലേലൂയ. തെരുവിൽ നിന്ന് ദൈവവചനം വിളിച്ചു പറയുമ്പോൾ ആ വഴിയിലൂടെ ഒരു ബുള്ളറ്റിലൊരു മനുഷ്യൻ വരുന്നത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ബുള്ളറ്റിലൊരു മനുഷ്യൻ വന്നിട്ട്, ഹല്ലേലൂയ, ആ മനുഷ്യനോട്, ഹല്ലേലൂയ, ആ മനുഷ്യൻ ദൈവവചനം പ്രസംഗിക്കുന്നവരോട്, ഹല്ലേലൂയ, തട്ടിക്കയറുന്നു, ചോദ്യചിഹ്നങ്ങൾ അവർ മൈക്ക് കൊടുക്കാത്ത എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് കയറി ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്. പക്ഷെ അവിടെ എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, ഒരു മനുഷ്യൻ വന്ന് എതിരായിട്ട് നിൽക്കുമ്പോഴും, ഹല്ലേലൂയ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ബാലസിംഹങ്ങളെ പോലെ തല ഉയർത്തുന്നത് ദൈവത്തിന് വചനം പറയുന്നത് നിങ്ങൾ കണ്ടു കാണും. ഹല്ലേലൂയ. അതേപോലെ ഇനി എത്രയെത്ര സാഹചര്യങ്ങൾ ദൈവവചനവുമായി കടന്നു പോകുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് നേരെ ചോദ്യചിഹ്നങ്ങളുമായി പലരും രംഗത്ത് വരുമ്പോൾ അവർ അതിനു മുമ്പിൽ അടിപാതറിൽ പോകാതെ ബാലസിംഹങ്ങളെ പോലെ തല ഉയർത്തുന്ന ദൈവവചനം പ്രസംഗിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവ്, കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിന്റെ വരവേറ്റു ആസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ജീവിതത്തെ തളർന്നു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ സുവിശേഷം തലയെടുപ്പോടെ നിന്ന് വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾക്ക് നിന്ദകളായിരിക്കാം, അപമാനങ്ങളായിരിക്കാം, പരിഹാസങ്ങളായിരിക്കാം വരുന്നത്. പ്രതികൂല സാഹചര്യങ്ങളായിരിക്കാം വരുന്നത്. ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ഈ സുവിശേഷം പറയുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ബാലസിംഹങ്ങളായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. രാജകീയ പ്രൗഢി തന്ന രാജകീയ ഗാംഭീര്യത്തോടെ നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന, ദൈവികമായ ജ്ഞാനത്താൽ നിറച്ചു വെച്ചിരിക്കുന്നത് സുവിശേഷത്തിനകത്ത് നൽകിയിരിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ച് ജനത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ 3 പരീക്ഷകളിലും പിശാച് പരാജയപ്പെടുത്താൻ നോക്കിയെങ്കിലും അവസാനം എന്ത് ചെയ്തു? പിശാച് പരാജയപ്പെട്ടു പോയി. യേശു അവിടെ വിജയശ്രീലാളിതനായി നിന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ എവിടെയായിരുന്നാലും, നിന്റെ ഭവനത്തിലായിരുന്നാലും, നിന്റെ സഹോദരന്മാരുടെ മധ്യത്തിലായിരുന്നാലും, നിന്റെ സഹോദരിമാരുടെ മധ്യത്തിലായിരുന്നാലും, എവിടെയായിരുന്നാലും നീ തലയെടുപ്പോടെ നിൽക്കണം. ഹല്ലേലൂയ. പലരും ചോദിക്കും, നീ സുവിശേഷവുമായി പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? വേദപുസ്തകം എടുത്തിട്ട് എന്ത് കിട്ടി? നീ കർത്താവിനോട് കൂടെ നിന്നിട്ട് എന്ത് കിട്ടി? യേശുവിനെ അറിഞ്ഞിട്ട് എന്ത് കിട്ടി? നീ ഞങ്ങളെ വിട്ടുപോയിട്ട് എന്ത് കിട്ടി? എന്നൊക്കെ പലരും ചോദ്യചിഹ്നങ്ങളുമായിട്ട് നിനക്ക് നേരെ വിരൽ ചൂണ്ടിയേക്കാം. അത് ആരെല്ലാം നിനക്ക് നേരെ വിരൽ ചൂണ്ടിയാലും, ഹല്ലേലൂയ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നീ തകരാതെ നിൽക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ട് ഏത് വ്യക്തിയുടെ മുമ്പിലും തലമുനിക്കാതെ, ഹല്ലേലൂയ, തലയെടുപ്പോടെ നിന്ന് അതിന് മറുപടി പറയുവാൻ നീ ആത്മാവിൽ നിറയപ്പെടണം. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അത് സുവിശേഷിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. ശരിക്കും നമ്മളിപ്പോഴും തലയെടുപ്പോട് നിൽക്കണം.
നമുക്ക് ശോധനകളൊക്കെ ഉണ്ട്, ശോധനകളും പരീക്ഷകളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ആരുടെ മക്കളാണ് നമ്മൾ തിരിച്ചറിയണം. എന്നെ കേൾക്കുന്ന മാതാപിത, നമ്മൾ ആരുടെ മക്കളാണ്? യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കുന്ന ആ രാജാവിന്റെ മക്കളാണ് നമ്മൾ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ഭൂമിയിലുള്ളതിനെ കണ്ട് ഭയപ്പെട്ടു പോകണ്ട, ഭൂമിയിലുള്ളവരെ കണ്ട് ഭയപ്പെട്ടു പോകണ്ട. നാം സ്വർഗത്തിലെ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി, അല്ലേലിയ. എന്നും കണ്ട് ഇവിടെയുള്ള നിയമങ്ങളെ നമ്മൾ അനുസരിക്കേണ്ടെന്നുള്ളതല്ല പറയുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണ്. പ്രൈസ് ലോർഡ്. ഭൂമിയിലെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ തന്നെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ, അല്ലേലിയ, തലയെടുപ്പോടെ സുവിശേഷം വിളിച്ചു പറയണം. യേശുവിനെ കുറിച്ച് പറയണം. യേശുക്രിസ്തുവിടെ മാത്രമാണ് രക്ഷ, യേശുക്രിസ്തുവിടെ മാത്രമാണ് രോഗസൗഖ്യം, യേശുക്രിസ്തുവിടെ മാത്രമാണ് പാപമോചനം, യേശുക്രിസ്തുവിടെ മാത്രമാണ് വീണ്ടെടുപ്പ്, യേശുക്രിസ്തുവിടെ മാത്രമാണ് സ്വർഗീയ പ്രവേശനമെന്ന് വിളിച്ചു പറയുവാൻ ചങ്കൂറ്റത്തോടെ നിൽക്കണം, തലയുയർപ്പോടെ, അല്ലേലിയ. ഇവിടെ നോക്കിയ സ്തോത്രം, അല്ലേലിയ. 30 വയസ്സിൽ 40 ദിവസം, അല്ലേലിയ, ഉപവാസത്തിന് ശേഷമായി മരുഭൂമിയിലേക്ക് പോയപ്പോൾ സിംഹത്തെ പോലെ സാത്താൻ എതിർത്ത് നിന്നു. മരുഭൂമി സാത്താനും സിംഹത്തെ പോലെ യേശുവിന് നേരെ എതിർത്ത് നിൽക്കുകയാണ്, അല്ലേലിയ. അത് പത്രോസ് പറയുന്ന ആ വചനം എടുക്കണം. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരും വിഴുങ്ങീണ്ടും തിരഞ്ഞു ചുറ്റി നടക്കും. 1 പത്രോസ് ലേഖനം 5:8 വായിക്കുന്നുണ്ട്, 7, അല്ലേലിയ. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പ്രതിയോഗിയായ പിശാചം യേശുവിനെ മരുഭൂമിയിൽ ഈ ലോകത്തിന്റെ സിംഹം സാത്താന്യ ശക്തികൾ പ്രതിയോഗിയെ പോലെ യേശുവിനെതിരെ നിൽക്കുമ്പോഴും യഹൂദഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവ് സാത്താനെ തകർക്കുന്നത് കാണാൻ കഴിയും, അല്ലേലിയ. അപ്പൊ യേശു ക്രിസ്തുവിനെ സാത്താൻ സിംഹത്തെ പോലെ എതിർത്ത് നിന്നും ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി, അല്ലേലിയ, പലവിധമായ കാര്യങ്ങൾ കണ്ടുപിടിച്ച് വലിയ വലിയ ജ്ഞാനികൾ പറയുന്നത് പോലെ ചോദ്യങ്ങളുമായി വരികയാണ്, അല്ലേലിയ. അവിടെയൊക്കെ യേശു ജയാളിയ. അതുപോലെ തന്നെയാണ് എന്നെ കേൾക്കുന്ന സ്നേഹിത. യേശു ക്രിസ്തു കുറ്റം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വലിയ വലിയ ജ്ഞാനികളും ചോദ്യചിഹ്നങ്ങളുമായി വരും, വേദശാസ്ത്രികൾ അവകാശപ്പെടുന്നവരും വരും, അല്ലേലിയ. അങ്ങനെയൊക്കെ വരുമ്പോഴും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തെ നിങ്ങളോട് പ്രയോജനപ്പെടുത്തണം. സ്വതന്ത്രം അധികാരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തെങ്കിൽ, അത് ജ്ഞാനത്തോടുകൂടി നിങ്ങൾ പറയുന്നെങ്കിൽ, അല്ലേലിയ, സ്തോത്രം, ദൈവം നിങ്ങളെ ശക്തമായിട്ട് മാനിക്കും. അപ്പൊ യേശു ഒരിക്കലും പരാജിതനല്ല, ജയാളിയ, അല്ലേലിയ. നിങ്ങളുടെ ഏത് വിഷയത്തിനകത്ത് നിങ്ങൾ പരാജയപ്പെടരുത്, നിങ്ങൾ ജയാളിയായി നിൽക്കണം, അല്ലേലിയ. അതിനാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത്, അല്ലേലിയ. ഒരുപക്ഷെ നിന്റെ കുടുംബത്തിൽ നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര എതിർപ്പുകളും കലഹങ്ങളും ഒക്കെ സംഘർഷങ്ങളായിരിക്കാം. കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത അനുഭവമായിരിക്കാം, അല്ലേലിയ. ജീവിതത്തിൽ കണ്ണുകൾ നിറയുന്ന, ഹൃദയം പൊട്ടുന്ന, ഹൃദയം തേങ്ങലോടുകൂടി ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും, അല്ലെങ്കിൽ നീ അവിടെ തല താഴ്ത്താതെ ബാലസിംഹത്തെ പോലെ നീ തല ഉയർത്തി നിൽക്കണം. നിന്റെ കുറവുകൾ ലോകം കണ്ട് വിമർശിക്കുവാൻ, നിന്റെ പരാജയ ലോകം കണ്ട് വിമർശിക്കുവാൻ ഇട കൊടുക്കാതെ നീ എവിടെയും തല ഉയർപ്പോടെ നിൽക്കണം. പ്രൈസലോ, അല്ലേലിയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോഴേ, അല്ലേലിയ, ദൈവവചനത്തിന്റെ സന്തോഷമാണ് പറയുന്നത്. ദൈവം നമുക്ക് തരുന്ന കരുതലുകളാണ് പറയുന്നത്. ദൈവം നമുക്ക് നൽകുന്ന വിടുതലുകളെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം, അല്ലേലിയ. അത് നീ കരയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, നിന്റെ കണ്ണുനീര് തുടയ്ക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുക, നിന്നെ മാനിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സകല കഷ്ടങ്ങളിൽ ദൈവം നിന്നെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. നിനക്ക് നേരെ 1000 ചോദ്യചിഹ്നങ്ങളുമായി വന്നവരുടെ മുമ്പിൽ നിന്നെ ദൈവം മാനിക്കാൻ പോകുക. രക്തം ചെയ്യും. നിന്റെ പരാജയങ്ങളെ വിളിച്ചു പറഞ്ഞ്, നിന്റെ പരാജയങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിന്നെ അപമാനിച്ചവരുണ്ട്. അപവാദങ്ങൾ നിനക്ക് നേരെ പറഞ്ഞവരുണ്ട്. കെട്ടുകഥകൾ നിനക്ക് നേരെ കൊണ്ടുവന്നവരുണ്ട്. കള്ളത്തരങ്ങൾ നിനക്ക് നേരെ കൊണ്ടുവന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ എല്ലാം മധ്യത്തിൽ, അല്ലേലിയ, ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്, അല്ലേലിയ. ചില ആളുകൾ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ, നീ നിന്റെ കുടുംബം ശരിയാകത്തില്ല, നീ നിന്റെ മക്കളും ശരിയാകത്തില്ല, നീ നിന്റെ ഭർത്താവും ശരിയാകത്തില്ല, ഇനി നിന്റെ കുടുംബജീവിതം ശരിയാകത്തില്ല, നിന്റെ കുടുംബത്തിൽ നിനക്ക് നന്മ ഉണ്ടാകത്തില്ല, നീ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടില്ലേ. നിന്റെ അസ്തമയം കാണുവാൻ, നിന്റെ തകർച്ച കാണുവാൻ വേണ്ടി ആഗ്രഹിച്ച പലരുമില്ലേ, അല്ലേലുയ.
നിന്നെ നിന്ദിച്ചോ പലരും നിന്നെ ഇന്നും പരിഹസിക്കുന്നവർ നിനക്ക് ചുറ്റിലുമുണ്ട്. അതിന്റെ നടുവിൽ തകർന്നു പോകണ്ട. യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായ കർത്താവ് നിന്നെ നീതിമാനായി വിളിച്ചു വേർതിരിച്ച് ബാലസിംഹത്തെ പോലെ അതിന്റെ നടുവിൽ നിന്നെ ഉയർത്താൻ പോകുകയാ. രക്തം ജയം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വരെ കരമടിച്ച് ദൈവത്തിന് സ്തുതിച്ചാട്ട് ജയം നിനക്ക് തന്നെയാ. നീ തന്നെയാ ചെയ്യാനി. നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിൽ സാത്താന് കഴിയുകയില്ല. രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങൾക്കകത്ത് സമാധാനമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ എപ്പോഴും പറഞ്ഞ കുടുംബത്തിനകത്ത് മുഴുവൻ കലഹമാണ്, പ്രശ്നമാണ്, കണ്ണുനീര, ഭാര്യമാർ, സമയല്ലുയ, സഹോദരിമാർ, അല്ലുയ, മക്കൾ, അപ്പനമ്മമാർ എല്ലാം വേദനിക്കപ്പെടുന്ന സമയം പരസ്പരം അത്രമാത്രം കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ഇങ്ങനെ തകരുന്നത്? പിശാച് കുടുംബങ്ങൾക്കകത്ത് പ്രവേശിച്ചിട്ട് സാത്താൻ കുടുംബത്തിനകത്ത് താണ്ഡവമാടുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടുവരിക, കുടുംബത്തിനകത്ത് തകർച്ച കൊണ്ടുവരിക. നീ നിന്റെ കുടുംബം ഉയർന്ന് കാണരുത്, നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് കാണരുത്. പിശാച് അതിനു വേണ്ടിയുള്ള എല്ലാ തന്ത്രങ്ങളും മെരഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നീ നീതിമാനെ പോലെ തല ഉയർത്തി നിൽക്കണം. രക്തം ചെയ്യാം. അല്ലേ? നിന്റെ കുടുംബത്തെ തകർക്കുവാൻ പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. അമ്മേ സ്തോത്രം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്നാണ് തിരുവെഴുത്തമ്മയെ പഠിപ്പിക്കുന്നത്. അല്ലേ? അവൻ തന്ത്രശാലിയ സാത്താൻ. അല്ലേ? അവന്റെ തന്ത്രങ്ങളുമായിട്ട് യേശുവിനെ സമീപിച്ചപ്പോൾ യേശു താമെ സാത്താന്റെ മുമ്പിൽ തലയെടുപ്പോടെ നിന്ന് സാത്താന്റെ തന്ത്രങ്ങളെ അടിച്ചമർത്തി. അല്ലേ? അടിച്ചൊതുക്കി. അല്ലേ? സ്തോത്രം. നമ്മൾ ഈ സ്തോത്രം നമ്മൾ കേട്ടിട്ടുള്ള ബന്ധുകൾ നടക്കുമ്പോൾ, ഹർത്താലുകളൊക്കെ നടക്കുമ്പോൾ ബന്ധു നടത്തുന്നവരൊക്കെ അക്രമം അഴിച്ചുവിടും. അല്ലേരിയ. അക്രമം അഴിച്ചുവിടുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ ബന്ദിനെ ഹർത്താലിലേക്ക് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ആവശ്യമായ പോലീസിനെ വിന്യസിപ്പിക്കും. അല്ലേരിയ. അങ്ങനെ പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുന്ന ആ പോലീസ് എല്ലായിടവും സംരക്ഷണം കൊടുക്കുമ്പോഴേക്കും ബന്ധുകാര് ഹർത്താലുകാരെല്ലാം വന്ന് പൊതുമുതലുകളൊക്കെ അടിച്ചു നശിപ്പിക്കുന്നതും കടകൾ അടപ്പിക്കുന്നതും വഴിയെ പോകുന്ന വാഹനങ്ങൾ തടയുന്നതും കൂടി പോലീസ് നേരെ കൈയെടുക്കുന്നു, കല്ലെറിയുന്നു, വടിയെടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് അവരെ എല്ലാം കൂടി എന്ത് ചെയ്യുക? അടിച്ചൊതുക്കും. കാരണം അവരുടെ ഉത്തരവാദിത്വം അതാണ്, അവരുടെ ദൗത്യം ഇതാണ്. ബന്ധാനുകൂലികളെ എന്ത് ചെയ്തു? ബന്ധു നടത്തുന്നവരെ പോലീസ് അടിച്ചൊതുക്കി പരാജയപ്പെടുത്തും. നമ്മൾ കണ്ടില്ല? എന്ത് പറഞ്ഞ പോലാണ് യേശു അല്ലേലൂയ മരുഭൂമിയിൽ വെച്ച പരീക്ഷ നടുവില് യേശു ക്രിസ്തുവിന്റെ നേരെ വന്ന സാത്താനെ, പിശാചിനെ യേശു അടിച്ചൊതുക്കി. അവൻ യേശുവിനെ വിട്ടു പോയെന്ന. അല്ലേലൂയ. അത് നീ ശത്രുവിനെ അടിച്ചൊതുക്കണം. സാത്താനെ അടിച്ചൊതുക്കുവാനുള്ള ദൈവകൃപയാണ്, ദൈവിക അഭിഷേകവും നിനക്ക് തന്നിരിക്കുന്നത്. അല്ലേലൂയ. നീ അഭിഷേകത്തിലാണ് നിൽക്കുന്നെങ്കിൽ പിശാചിന്റെ എതിർത്തിൽപ്പാൻ നിനക്ക് കഴിയും. രക്തം ചെയ്യണം. അപ്പൊ നിനക്ക് മുമ്പിൽ വരുന്ന സകല പൈശാചിക ശക്തികളെ അടിച്ചൊതുക്കുവാൻ വേണ്ടുന്ന കൃപയാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യും. അല്ലെങ്കിൽ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു എന്നാണ്. അല്ലെങ്കിൽ സദസ്വാഗ് 28:1 വായിച്ചത്. അപ്പൊ നീ തലയെടുപ്പോടെ നിന്നാൽ നിനക്കെതിരെ നിൽക്കുന്ന ദുഷ്ടൻ ആരും ഓടിക്കുക, അവൻ സ്വയം തിരിഞ്ഞ് ഓടിക്കോളും. അല്ലെങ്കിൽ അവൻ തന്നെ ഓടിപ്പോകും. നിന്റെ മേലുള്ള അഭിഷേകം വെളിപ്പെട്ട് കഴിയുമ്പോഴല്ലോ, നിന്റെ മേലുള്ള പ്രാർത്ഥന വെളിപ്പെട്ട് കഴിയുമ്പോൾ, നിന്റെ മേലുള്ള കൃപ വെളിപ്പെട്ട് കഴിയുമ്പോഴല്ലോ, ദുഷ്ടൻ നീ പറയാതെ തന്നെ ഓടിപ്പോകോളും. പ്രൈസോ. അല്ലേലിയ. അതാ സാത്താൻ യേശുവിനെ വിട്ടു പോയെന്ന് പറഞ്ഞത്. അല്ലേലിയ. സാത്താന് മനസ്സിലായി ഇവൻ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമാണ്. അല്ലേലിയ. യഹൂദ ഗോത്രത്തിലെ രാജസിംഹമാണ് യേശു. അവൻ രാജാവാണ്. അതുകൊണ്ട് എന്റെ തന്ത്രങ്ങളൊന്നും അവന്റെ മുമ്പിൽ ഫലിക്കയില്ലെന്ന് പിശാചിന് മനസ്സിലായി. അല്ലേലൂയ. രക്തം ജയം. വിശ്വസിക്കുന്ന ദൈവത്തിന് പേര് ഒന്ന് സ്തോത്രം പറയാമോ? അല്ലേലൂയ. അതെ, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. വിശുദ്ധിയോടെ ജീവിക്കണം. അല്ലേലൂയ. കുടുംബത്തിനകത്തെ കണ്ണുനീര് തുടച്ചു മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുക്കണം. സാത്താൻ നിന്റെ കുടുംബത്തിനകത്ത് കയറി ഇറങ്ങി നിരങ്ങരുത്. അല്ലേ? നമ്മളൊക്കെ പറയല്ലേ, പിശാച് കയറി ഇറങ്ങി നിരങ്ങുവാനുള്ള അവസരം നമ്മുടെ കുടുംബത്തിൽ കൊടുക്കരുത്. അല്ലേ? ചില കുടുംബങ്ങൾ കാണില്ലേ, മദ്യപിച്ച് സുബോധമൊക്കെ കിട്ടുന്ന ലഹരിക്ക് അടിമയൊക്കെ ആയി കഴിഞ്ഞാൽ ആ കുടുംബത്തിനകത്ത് അസ്വസ്ഥത, അസഭ്യവാക്കുകൾ, ചീത്തയും തെറിയും അടിയും ബഹളവും എന്ന് വേണ്ട എന്തെല്ലാം കലകൾ എന്നാൽ പിശാച് കയറി നിരങ്ങുക കുടുംബത്തിനകത്ത്. ലേരിയ.
ചില ആളുകൾ കണ്ടില്ലേ, വെള്ളം അടിച്ച് സുബോധമൊക്കെ മയക്കും ലഹരിയൊക്കെ അടിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവന്റെ വായിൽ നിന്നുള്ള അസഭ്യ വാക്കുകൾ ലഹരി അതൊക്കെ പുറത്തു വരുള്ളൂ. എന്നാൽ അവന്റെ പിശാച് അവന്റെ മേൽ കയറി കിടന്ന് വാഴുക. ലഹരിയ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ അതിന് ഇടം കൊടുക്കരുത്. നിന്നെ അതിനു വേണ്ടി ആമി ഉപയോഗിക്കാനല്ല, പിശാചിന് ഉപയോഗിക്കാനല്ല ദൈവം നിന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനാ. രക്തം ചെയ്യാൻ പിശാച് നിന്റെയും നിന്റെ കുടുംബത്തിലും നിന്റെ തലമുറയുടെ മേലും നിന്റെ ഭർത്താവിന്റെ മേലും നിന്റെ ഭാര്യയുടെ മേലും നിന്റെ മക്കളുടെ മേലും കയറി ഇറങ്ങി നിരങ്ങരുത്. അല്ലേലിയ. അമ്മായി മരുമോളും കൂടെ കലഹിക്കുന്നത് കാരണം കണ്ടില്ല. അമ്മായിയമ്മയും മരുമോളും, നീ എന്താണ് കൊണ്ടുവന്നത്, നീ എന്ത് കൊണ്ടുവന്നു, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താ, ഞങ്ങൾക്കറിയാം, നീ പോയി മേടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പിശാച് കുടുംബത്തിനകത്ത് പ്രശ്നം സൃഷ്ടിക്കുന്നത് കണ്ടില്ലേ. അമ്മായിയും മരുമോളുള്ള യുദ്ധം ഭയങ്കരം. അത് പിശാച് കയറി നിരങ്ങുന്നതാണ് കുടുംബത്തിൽ. അല്ല പിന്നെ കൊണ്ടുവന്നതും ഒക്കെ ചോദിച്ച് പിന്നെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, എന്റെ കുടുംബത്തിൽ പിശാച് കയറി നിരങ്ങരുത്. അല്ലേലിയ. ചില ഭവനത്തിലേക്ക് നീ എന്താണ് കൊണ്ടുവന്നത്, എന്റെ മോൻ കെട്ടിക്കൊണ്ടു വന്നപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്, അല്ലെ നീ നിന്റെ വീട്ടുകാരെന്താ തന്നത്. എന്നെ കേൾക്കുന്ന മാതാവി, നീ അത് ചോദിക്കുമ്പോൾ, അമ്മായിയമ്മയുടെ സ്ഥാനത്ത് നിന്ന് മരുമോള് ചോദിക്കുമ്പോൾ നിന്നിൽ വ്യാപരിക സാത്താനാ. അല്ലേലിയ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം കിട്ടുപോവുകയാണ്. എന്നാൽ യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ മക്കൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, നീതിമാന്മാർ ബാലസിംഹത്തെ പോലെ നിൽക്കുകയാണെങ്കിൽ, തലയെടുപ്പോടെ നിൽക്കുകയാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ശക്തി കയറത്തില്ല. നിന്റെ കുടുംബത്തിനകത്ത് പ്രതികൂലം ഉണ്ടാകത്തില്ല. നിന്റെ കുടുംബത്തിന് കണ്ണുനീരുണ്ടാകത്തില്ല, ഏറ്റക്കുറച്ച് ഉണ്ടാകത്തില്ല. അപ്പനും മക്കളും മരുമക്കളും അമ്മായിയുമായിട്ട് കലഹമുണ്ടാകത്തില്ല. അവിടെ പരിശുദ്ധമാവാ വാഴുന്നത് കുടുംബത്തിനകത്ത്. അത് നിന്റെ കുടുംബത്തിൽ പരിശുദ്ധമാവും നിറയണം. രക്തം ചെയ്യണം. പ്രൈസറോ, ആത്മാവിനെ നയിക്കപ്പെട്ട ജീവിതം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. അപ്പൊ നിങ്ങൾ രാജാവിന്റെ മക്കൾ. അല്ലേലൂയ. പുലിക്ക് പിറക്കുന്ന പൂച്ചക്കുഞ്ഞാകത്തില്ലെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പുലിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ പൂച്ചക്കുഞ്ഞാകത്തില്ല, പുലിക്കുട്ടികൾ തന്നെയായിരിക്കും. അതുകൊണ്ട് യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മക്കൾ ബാലസിംഹത്തെ പോലെ തന്നെ തലവിടപ്പോടുകൂടി നിൽക്കണം. ഹല്ലേലൂയ. ലോകപ്രകാരമായ സിംഹക്കുട്ടികൾ ചിലപ്പോൾ ഇരകെട്ടാതെ വിശന്നിരിക്കും. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ അവന്റെ മക്കൾക്ക് ഒരു നന്മയ്ക്കും കുറവില്ലെന്നാണ് നമ്മൾ 34 സങ്കീർത്തനം 10 വാക്യം വായിക്കുന്നത്. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒന്നിനും കുറവുണ്ടാകത്തില്ല. അത് ദൈവമക്കളെ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും യേശു കർത്താവാണ്. ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് യേശുവ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ രക്തസാക്ഷികളായി മരിക്കുവാൻ പോകുന്ന സാഹചര്യത്തിലും ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി സിംഹത്തെ പോലും ഉറച്ചു നിന്നു. ഹല്ലേലൂയ. ഒരാൾ പോലും ഭീരുക്കളായിരുന്നില്ല എന്നുള്ളതാണ്. പുതിയ നിയമത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്ന സ്തേഫാനോസ്. ഹല്ലേലൂയ. സ്തേഫാനോസിനെതിരെ ഒരു കൂട്ടം ശത്രുക്കൾ, ഒരു കൂട്ടം ദുഷ്ടന്മാർ, ഹല്ലേലൂയ, അവനെ നേരെ പല്ല് കടിച്ചുകൊണ്ട് വരുമ്പോൾ അവനെ കൊല്ലുവാനായിട്ട് ഓടി അടുക്കുമ്പോഴും സ്തേഫാനോസ് തല കുനിക്കാതെ, തല താഴ്ത്താതെ, ഹല്ലേലൂയ, അവൻ ധൈര്യത്തോടുകൂടി തല ഉയർത്തി നിന്ന് സ്തേഫാനോസ്. കാരണം എന്താണെന്ന് പറയാമോ? അവൻ യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കുന്ന കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട നീതിമാനാണ്. ബാലസിംഹത്തെ പോലെ തല ഉയർത്തി നിന്നു. അതിൽ പ്രതിയോഗികളെ കണ്ട് ഭയന്നോടിയില്ല, ഭീരുവായി മാറിയില്ല സ്തേഫാനോസ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ലോകം മുഴുവൻ നിനക്കെതിരെ ഇളകി വന്നാലും, ഹല്ലേലൂയ, ലോകം മുഴുവൻ, യോഗ ശക്തികൾ മുഴുവൻ നിനക്കെതിരെ ഇളകി വന്നാലും നീ ഒരു ഭീരുവായി മാറാതെ നീ തലയുറപ്പോടെ നിൽക്കണം, തല ഉയർത്തി നിൽക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവരെ പോലെ നിങ്ങളും കർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കണം. പഴയ നിയമ ഭക്തന്മാരെ പോലെ നിങ്ങളും കർത്താവിന് വേണ്ടിയിട്ട് സത്യത്തിന് വേണ്ടി തല ഉയർത്തി നിൽക്കണം. സത്യം നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോകരുത്. അല്ലെങ്കിൽ സത്യത്തിന് കൂട്ടുസാക്ഷിയായി നിന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പോൾ നീ പിന്നെ അസത്യത്തിലേക്ക് മടങ്ങിപ്പോകരുത്. അല്ലെങ്കിൽ മൃഗങ്ങളിൽ വെച്ച് ശക്തിയേറിയതും ഒന്നിനും വഴിമാറി കൊടുക്കാത്തതുമായ സിംഹം എന്ന് നമ്മൾ സദൃശവാക്യം 30-30 വായിക്കുന്നുണ്ട്. എന്ന് പറയില്ലേ? അല്ലെങ്കിൽ സൗത്തൻ, നിങ്ങൾക്ക് വിരോധമായി സാത്താൻ വെള്ളം പോലെ വന്നാലും യഹൂദ ഗോത്രത്തിലെ സിംഹം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ.
എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ശക്തികൾ സാത്താൻ അല്ലടിയ പൈശാചിക ശക്തികൾ നിങ്ങൾക്ക് വിരോധമായി സാത്താൻ വെള്ളം പോലെ വന്നാലും അല്ലേലിയ ആണ പൊട്ടി ഒഴുകി വരുന്നത് പോലെ അതുപോലെ നിങ്ങൾക്കൊരു ശത്രു വന്നാലും അല്ലേലിയ നിങ്ങൾ ഭീരുവായി മാറരുത്. യഹൂദാ ഗോത്രത്തിലെ സിംഹമായി കർത്താവ് നിനക്ക് വേണ്ടി എഴുതേക്കും അല്ലേലിയ. അതുകൊണ്ടാണ് നമ്മൾ 68-ാം സംഖ്യ 1-ാം വാക്യം വായിക്കുന്നത്. ദൈവം എഴുതേക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. രക്തജയം. അത് എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, സാത്താൻ വെള്ളം പോലെ നിനക്കെതിരെ വന്നാലും, നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും, നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചാലും, നിന്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചാലും, നിന്റെ നന്മകളെ മുഴുവൻ അപഹരിക്കാൻ ശ്രമിച്ചാലും, നീ അവിടെ പാതറി പോകണ്ട. യഹൂദാ ഗോത്രത്തിലെ രാജസിംഹമായ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. രക്തജയം. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നിന്റെ തകർച്ചയുടെ മധ്യത്തിൽ ദൈവം നിന്നെ മാനിക്കാൻ ആഗ്രഹിക്കുക. അല്ലേലിയ. ഇവിടെ ബലമുള്ള പരാക്രമശാലിയായി ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അല്ലേലിയ. അതുപോലെ നീതിയുടെ ആത്മാവിൽ നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി സത്യത്തിൽ നിൽക്കണം, സത്യത്തിനായി നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രേസലോ. അത് നിനക്ക് വേണ്ടി പോരാടുവാൻ, നിനക്ക് വേണ്ടി നിൽക്കുവാൻ, നിനക്ക് വേണ്ടി സഹായിപ്പാൻ, നിന്റെ ആവശ്യങ്ങളിലെല്ലാം തുണയായി പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നീ ലോകത്തെ കണ്ട് ഭയപ്പെട്ടു പോകണ്ട. രക്തം ചെയ്യും. ഹല്ലേലൂയ. നീ ജയാളിയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ലോകസിംഹങ്ങൾ നിങ്ങളെ ഛേദിക്കപ്പെട്ട് ഛേദിച്ച് കളയാത്ത വിധത്തിൽ അവയുടെ വായടച്ച് കളയുവാൻ ദൈവത്തിന് കഴിയും. അത് ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് കൊണ്ടിട്ടെങ്കിലും, ലോകസിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേൽ വീഴ്ത്തപ്പെട്ടെങ്കിലും, സിംഹത്തിന്റെ വായടച്ച് കളയാൻ വേണ്ടിയിട്ട് സിംഹക്കുഴിയിലേക്ക് ദൈവ ദൂതരെ അയച്ചെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയമാതാവേ, ഈ ലോകസിംഹങ്ങൾ സാത്താന്യ ശക്തികൾ നിന്നെ തകർക്കുവാൻ വന്നാലും അവയുടെ വായടച്ച് കളയുവാൻ ദൈവത്തിന് അധികാരമുണ്ട്. ഹല്ലേലൂയ. അത് നിനക്കെതിരെ വാക്കുകൾ ഉച്ചരിക്കുന്നവന്റെ വായ അടച്ചു കളയാൻ ദൈവത്തിന് കഴിയും. നീ പ്രാർത്ഥനയിൽ നിന്നാ മതി. രക്തം ചെയ്യും. പ്രൈസലോ. നീ പ്രാർത്ഥനയോടും കൂടി നിൽക്കുന്നെങ്കിൽ ദൈവം നിന്നെ സഹായിക്കും കേട്ടോ. അപ്പൊ കർത്താവ് യഹൂദാ ഗോത്രത്തിലെ രാജസിംഹം അവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. കാൽവരി ക്രൂശിൽ ലോകത്തെയും ജഡത്തെയും പിശാചിനെയും ജയിച്ച് യഹോവ നിസിയായി ഇസ്രായേലിന്റെ ജയഗംഭീരനായി ഇസ്രായേലിയർക്ക് മുമ്പായി സൈന്യങ്ങളുടെ അധിപതിയായി നടക്കുന്നവൻ, അവൻ യാതൊന്നിനെ ഭയപ്പെടുകയില്ല. കാൽവറിയിൽ പിശാചിനെ, സാത്താനെ, അവന്റെ തലയെ തകർത്ത് ലോകത്തെയും ജഡത്തെയും ജയിച്ച് പാതാളത്തെ മരണത്തെ ജയിച്ച് പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുള്ളവൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ മുമ്പിൽ ജയഗാംഭീര്യത്തോടെ ജയാളിയായി വിജയശ്രീലാളിനായി നടക്കുന്ന യേശു കർത്താവ് യഹൂദാ ഗോത്രത്തിന്റെ രാജസിംഹമായിരിക്കവേ, നിനക്ക് മുമ്പിൽ നടകൊള്ളുന്നെങ്കിൽ ഹല്ലേലൂയ, നീ പതറിപ്പോകയില്ല. യേശു ഒരിക്കലും ഭയം ഓടുന്നവനല്ല, അവൻ ജയിച്ചു മുന്നേറിയവൻ. ഹല്ലേലൂയ. രക്തജയം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നതെന്ന് 2 തിമോഥെയോസ് ലേഖനം 1:7 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ അല്ലേ സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്നത്. അല്ലേ സ്തോത്രം. സ്തോത്രം. തിമോഥെയോസിനോട് അല്ലെങ്കിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. 2 തിമോഥെയോസിന്റെ 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രയും ദൈവം നമുക്ക് തന്നത് എന്ന് അവിടെ കാണുന്നു. എന്ന് പറഞ്ഞതിന്റെ 6-ാം വാക്യം തൊട്ട് പോയി, അതുകൊണ്ട് എന്റെ കൈവയ്പിനാൽ നിന്നുള്ള ദൈവത്തിന്റെ കൃപാവനം ജ്വലിപ്പിക്കണം എന്ന് തന്നെ ഓർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് വീരത്വത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ തിമോഥെയോസിന്റെ ആത്മാർത്ഥമായ വിശ്വാസത്തെ പൗലോസ് കണ്ടിട്ട് അവനിൽ അല്ലയ്യ മങ്ങിക്കത്തുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് പൗലോസിന് മനസ്സിലായി. തിമോഥെയോസിൽ മങ്ങിക്കത്തുന്ന കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണമെന്ന് പൗലോസിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അല്ലേലൂയ, ആകയാൽ പൗലോസിന്റെ കൈവയ്പിനാൽ അവന് ലഭിച്ച കൃപാവരം ജ്വലിക്കപ്പെടുവാനാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്ക് നൽകുന്ന കൃപാവരങ്ങൾ പ്രായോഗികമാക്കുന്നതിൽ നാം ഭീരുക്കളാകുവാൻ പാടില്ല.
അപ്പം തിമോഥെയോസിന്റെ മേലുള്ള കൃപാവരങ്ങൾ അത് മങ്ങിക്കത്താതെ അത് ജ്വലിപ്പിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് തന്നിരി കൃപാവരങ്ങൾ മങ്ങിപ്പോകാതെ അതിനെ ജ്വലിപ്പിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവം നമുക്ക് നൽകുന്ന കൃപാവരങ്ങൾ പ്രായോഗികമാക്കുവാൻ വേണ്ടി നാം ഭീരുക്കളാകുവാൻ പാടില്ല എന്നും അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ആണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ദൈവം നമുക്ക് തന്നൊരു അഭിഷേകമുണ്ട്, ദൈവം നമുക്ക് തന്ന കൃപകളുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവികമായ ജ്ഞാനമുണ്ട്, ദൈവിക ശക്തിയുണ്ട്. അതൊന്നും നമ്മൾ മങ്ങിപ്പോകരുത്. ആത്മാവിൽ നിറയപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവൻ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ ബാലസിംഹങ്ങളെ പോലെ തലയുയർത്തി നിൽക്കണം. നമ്മളെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം. ദിവസത്തോറും നമ്മുടെ ഉള്ളിൽ കൃപാവരങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സാത്താനെ പരാജയപ്പെടുത്തണം. സാത്താൻ നിങ്ങളെ പരാജയപ്പെടുത്തരുത്, നിങ്ങൾ സാത്താനെ പരാജയപ്പെടുത്തണം. ഹല്ലേലൂയ. ദാവീദ് എപ്പോഴും സിംഹത്തെ പോലെ ധൈര്യമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കരടിയും സിംഹവും ഗോലിയാത്തും ഒക്കെ ദാവീദിന് നേരെ വന്നപ്പോഴും ദാവീദ് തല താഴ്ത്തിയില്ല. കാരണം സ്തോത്രം, ഇസ്രായേലിന്റെ ദൈവമായിരിക്കുന്ന യഹോവയായ ദൈവമാണ് ദാവീദിനെ നടത്തുന്നതെന്നുള്ള ദൃഢവിശ്വാസം ഉണ്ടായതുകൊണ്ട് ലോകസിംഹങ്ങളുടെ മധ്യത്തിൽ ദാവീദ് സിംഹത്തെ പോലെ തല ഉയർത്തി നിന്നിട്ട് തന്റെ ആട്ടിൻകുട്ടികളെ പിടിച്ച് ഭക്ഷണമാക്കാൻ വന്ന കരടിയെയും സിംഹത്തെയും അടിച്ചു തകർത്തു. ഇസ്രായേലത്തെ വെല്ലുവിളിച്ച ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പല പ്രാവശ്യം ഗവർണർക്ക് മുമ്പിലും ന്യായാധിപന്മാർക്ക് മുമ്പിലും റോമ ചക്രവർത്തിക്ക് മുമ്പിലും ഒക്കെ നിൽക്കേണ്ടി വന്നപ്പോഴും പൗലോസ് എന്ത് ചെയ്തു? സിംഹത്തെ പോലെ തല ഉയർത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ദാവീദും പരാജയപ്പെട്ടിട്ടില്ല, പൗലോസും പരാജയപ്പെട്ടിട്ടില്ല. പൗലോസിനെ മാറി മാറി വിസ്തരിച്ചപ്പോൾ, ന്യായാധിപ സംഘങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ, ഹല്ലേലൂയ, റോമൻ ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോഴും പൗലോസ് പരാജിതനായില്ല. പരാജയപ്പെട്ടു വരും. കാരണം യഹൂദ ഗോത്രത്തിലെ രാജസിംഹമായിരിക്കുന്ന കർത്താവിന്റെ മകനാണ് ബോധ്യം പൗലോസിനുണ്ടായിരുന്നത് കൊണ്ട് പൗലോസിന്റെ തല ഉയർത്തി നിൽക്കുക. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ തല ഉയർത്തി നൽകി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രം. യഹോവ സിയോനിൽ നിന്ന് ഗർജിച്ച് യെരൂശലേമിന്റെ നാദം കേൾപ്പിക്കുമെന്ന് നമ്മൾ ആമോസിന്റെ പുസ്തകം 1-2 വായിക്കുന്നുണ്ട്. അതെ, ഇന്ന് പോലെ യേശുവിനെ വിട്ടുകൊടുക്കുക. നിന്റെ സങ്കടങ്ങൾ കണ്ണുനീർ തുടയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അല്ലെങ്കിൽ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. സ്തോത്രം. ആര് ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാർ ബാലസിംഹത്തെ പോലെ നിർഭയമായിരിക്കുന്നു. അത് നീതിമാന്മാരായിരിക്കും. നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം നിസ്സംഗത്തെ പോലെ തല ഉയർപ്പോടെ നീ ഭൂമി ജീവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തി സത്യത്തിന് നിൽക്കണം. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമായി സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേരളത്തിൽ ലോക രാജ്യങ്ങൾ 800 കോടി ജന തലമുറകൾ അന്നത്തെപ്പെടാത്ത കർത്താവിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ശൈശവരും ബാല്യ കൗമാരി യുവരത്തിൽ യുവയിൽ തട്ടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ താലൂക്ക് ബ്ലോക്ക് ജില്ലാ ഭരണാധികാരി സംസ്ഥാനങ്ങൾ രാജ്യങ്ങൾ രാഷ്ട്രപതി രാജകുമാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ ഗോത്രങ്ങളെ ദ്വീപുകളെ ആദിവാസി മേഖലയെ ഭരിക്കുന്ന സകല ട്രൈബൽ മേഖലയായി ജനത്തെയും നമ്മുടെ കരസേന വ്യോമ നാവികസേനത്തെ അതിർത്തികൾ കാക്കുന്ന BSCR സൈന്യത്തിനായി ക്രമസമാധാന പാലന നിയമനിർമ്മാണ രഹസ്യ ശുഭങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പോലീസിന്റെ ജുഡീഷ്യൽ സെഷനുകൾക്ക് വേണ്ടി സഹകരണ പുതുമ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക ബാങ്ക് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന രാജ്യരാഷ്ട്ര തലന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കരയിലും കടലിലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര സെയിൽസ് ചെയ്യുന്നവർ, കടലിലൂടെ തീരപ്രസിദ്ധ വസിക്കുന്നവരെ, മത്സ്യത്തിന് ആഴക്കടലിൽ പോയിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവ് കരയിലും കടലിലും കർത്താവിയൊക്കെ കർത്താവ് മോട്ടർ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവർ, എല്ലാ ട്രൈബ്സ് യൂണിവേഴ്സിനെയും പ്രാർത്ഥിക്കുന്ന വ്യാപാരി വ്യവസായികൾ, വെടിയുടെ കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖല കാർഷിക മേഖലയായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. മത സാമൂഹിക സംസ്കാര മാധ്യമ എല്ലാ ഭരണവിരുദ്ധ പാർട്ടികളെയും ഞാൻ ഓർത്ത് സയൻസ് എഞ്ചിനീയർമാർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് മദ്യത്തിൽ മയക്കും ബാലൻസ് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന ജീവിതവിധമായ പ്രതിസന്ധികൾ അകപ്പെട്ട് കിടക്കുന്നവർ, തീവ്രവാദം ഭീകരവർഗത്തിൽ അകപ്പെട്ട് കിടക്കുന്ന അനേക ജീവിതങ്ങൾ പാപത്തിന്റെ ആധിക്യത്തിലൂടെ കടന്ന് പാപത്തിലൂടെ വശീകരിക്കപ്പെട്ട അല്ലെങ്കിൽ കുടുംബങ്ങൾ തകർന്ന് കുടുംബ ജീവിതം തകർന്ന് ഛിന്നഭിന്നമായി തകർന്ന്
കിടക്കുന്ന അനേക ജീവിതം ബിസിനസ്സിൽ പരാജയപ്പെട്ട്, കൃഷിയിൽ പരാജയപ്പെട്ട്, ജീവിതത്തിന്റെ എല്ലാ മേഖലയും ജോലിയിലൊക്കെ പരാജിതരായി കഷ്ടം സഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇതുപോലെ കർത്താവിയോടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവർ ആരും തകർന്നു പോകാതെ ആമേൻ തലയെടുപ്പ് പോലെ ബാലസിംഹങ്ങളെ പോലെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവർ പ്രയോജനപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, അവർ ദൈവത്താൽ മാനിക്കപ്പെടുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന. ശാപങ്ങൾ മാറിപ്പോട്ടെ, രോഗങ്ങൾ മാറി, ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, മദ്യപാനികളുടെ കുടുംബത്തെ സമാധാനം, മയക്കുനടിമപ്പെട്ട കുഞ്ഞുങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ദേശത്ത് വിദേശം കഷ്ടസഹിക്ക് വേദനയിൽ നൊമ്പരപ്പെടുന്ന അനേക ജീവിതങ്ങൾ അവർക്കൊക്കെ ദൈവം വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാധാരണങ്ങളുടെ കാൽപ്പിൽ ചതച്ചുകളും തിരുവിഴുത്തു പ്രചാരം കർത്താവ് ജനത്തെ വിടിവിക്കാനെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെടുന്നു അനുവദിക്കരുത്. ദൈവമക്കളെ ദേവദാസന്മാരെല്ലാം ദൈവം അനുഗ്രഹിക്കും, സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഇതുപോലെ ഓരോരുത്തരും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും സഹകരണ മുഖത്ത് കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.